കാസർഗോഡ് ഓങ്കോള് കഴിയാറായി. ഓങ്കോൾ നമ്മളിവിടെ നിന്നാണ് ഞങ്ങൾ പോയപ്പോൾ കാക്കിനടയ്ക്ക് തിരിഞ്ഞു പോയത്. ഓങ്കോളും അത് തൊട്ട് പുറകെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോയത് കേട്ടോ. പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ ഓങ്കോള് കഴിഞ്ഞു. പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ ഓങ്കോള് കഴിഞ്ഞു. ഓങ്കോള് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് കിട്ടണ സിംഗനേർക്കൊണ്ടോ NH16. നമുക്ക് അടുത്ത പമ്പിൽ നിന്ന് കയറിയിട്ട് ഡീസൽ അടിക്കണം. ഒരു 4000 രൂപയ്ക്ക് ഡീസൽ അടിക്കും. കാരണം തമിഴ്നാട് വരെ എത്താനുള്ള ഡീസൽ, തമിഴ്നാട്ടിൽ റേറ്റ് കുറവല്ലേ, അത് കാരണം തമിഴ്നാട് വരെ എത്താനുള്ള ഡീസൽ നമുക്ക് ഇവിടുന്ന് അടിക്കണം. ഇതുണ്ടോ ഭാരതിൻ്റെ പമ്പാണ്. ഇവിടെ റിഫൈനറി ഉണ്ട് ഈ ഓങ്കോള്. ഭാരത് മാത്രമല്ല, ഇന്ത്യൻ ഓയിലും HP എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഭാരതിൻ്റെ അടിക്കണം. ഇവിടുത്തെ വിലയാണ് ഡീസലിൻ്റെ 96 രൂപ 54 പൈസ. തമിഴ്നാട്ടിൽ കയറുമ്പോൾ ഏതാണ്ട് 93 സംതിങ് ആവും. നമുക്ക് തമിഴ്നാട് വരെ എത്താനുള്ള ഡീസൽ. പിന്നെ തമിഴ്നാട് കയറി പിന്നെ ഫുള്ളാക്കുക. പിന്നെ തമിഴ്നാട് ബോർഡർ എത്തുമ്പോൾ വീണ്ടും ഫുള്ളാക്കുക. നമ്മളവിടുന്ന് വണ്ടി ഡീസലൊക്കെ അടിച്ച് അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ വണ്ടി നിർത്തിയതിൻ്റെ കാര്യമില്ലേ, നമുക്ക് കാലത്ത് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളില്ലേ പോകാനുള്ള സൗകര്യത്തിനോട് വണ്ടി നിർത്തുക. സൗകര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ പറമ്പിലെവിടെയും പോവുക. ആ പമ്പിൽ സൗകര്യം ഉണ്ടായിരുന്നുണ്ടോ, പക്ഷേ പമ്പിൽ നമുക്ക് വണ്ടി നിർത്തി പോകാൻ. കാരണം ഈ നേരായത് കാരണം ഒരു വോൾവോടെ വണ്ടി നോക്കിയാൽ ഈ നേരായത് കാരണം പമ്പിൽ വണ്ടികൾ കിടക്കണ കാരണേ വണ്ടമാനം വണ്ടികളുണ്ടായിരുന്നു. കാരണം നമുക്കവിടെ പാർക്ക് ചെയ്ത് പോയി വരാനുള്ള നേരമില്ല. അപ്പോൾ പമ്പിൽ നിന്ന് പുറത്തിറക്കി നിർത്താനേ പറ്റും, എല്ലാ വണ്ടികളൊക്കെ നിൽക്കണ കാരണേ. അപ്പോൾ ഞാൻ എടുത്ത് പോകുന്നത് പാറക്കല്ല് വേണോ, പാറക്കല്ല് കൂറ്റം പാറക്കല്ല്. പാറക്കല്ല് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. കടപ്പാക്കല്ല് ഉണ്ടാക്കാൻ പോണ കമ്പനിക്ക് പോകണം. മാവും തോപ്പുകളുണ്ട്, മാവും തോപ്പുകൾ. സീസണായി കഴിഞ്ഞാൽ അതേ വഴിയിലുള്ള കത്തരക്കാരി കാണാം. മാങ്ങാക്കത്തരക്കാരി തോറും മാങ്ങാക്കത്തരക്കാരി. കാലത്തിന്റെ വണ്ടിക്കാര് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നിർത്തിക്കണം. 2 സൈഡിലും മാവും തൂക്കണം. നല്ല വിജനമായ ഹൈവ. നമുക്കിനി അടുത്ത് കിട്ടുന്നത് കാവാലി. കാവാലി ആവാറായി. കാവാലിക്ക് അതും ദൂരില്ല. കാവാലി ആയിക്കോട്ടെ, ഗവൺമെൻറ് പോളിടെക്നിക് കാവാലി. അത് കഴിഞ്ഞാൽ പിന്നെ നെല്ലൂര് കഴിഞ്ഞാൽ പിന്നെ കുണ്ടൂര് ലഗൂര്, പിന്നെ കാടിപ്പേട്ട. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ല, അതേപോലെ വേണ്ട കള്ള് കച്ചവടക്കാർ റോഡ് കണ്ട പനങ്കള്ളാണ്. പനങ്കള്ള് വണ്ടിക്കാർ വഴി കൂടെ പോകുന്ന ആൾക്കാരെ മേടിക്കാണ്ട് വരും. നമ്മുടെ നാട്ടിലെ പോലെ ഷാപ്പ് കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അവർ ചെത്തിട്ട് അവരിങ്ങനെ ഉള്ളൊന്നും നിൽക്കുക. ഇതുണ്ടോ കൈ കാണിക്കണ്ട. കള്ള നമ്മുടെ നാട്ടിലെ കള്ളിൻ്റെ അത്രയും ഇതൊന്നും ഇല്ല കേട്ടോ. ചേച്ചി എഴുന്നേറ്റ് കൈ കാണിക്കണ്ട. അടുത്ത ആൾക്കാർ എന്നാൽ അവരെന്നെ ചെത്തി അവരെന്നെ വിൽക്കുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഷാപ്പിലെ പോലെ അളക്കൊന്നും വേണ്ട. തടാകം പോലെ വെള്ളം കടകാണ. അപ്പുറത്ത് കൃഷി സ്ഥലങ്ങളുണ്ട്. ഹൈവേയിൽ വണ്ടിക്കാർക്ക് ട്രക്കുകൾക്ക് നിർത്തിയിടാനുള്ള സൗകര്യമാണത്. പാർക്കിങ്ങോ
സെറ്റപ്പ് പറിക്കണ്ട. 1000 വണ്ടി ഉണ്ടെങ്കിൽ പറിക്കാം. അതുപോലത്തെ സെറ്റപ്പാ. അങ്ങനെ നമ്മൾ കാവാല് നമ്മുടെ RR ധാബയുടെ അടുത്ത് എന്തെങ്കിലും കഴിക്കുക വേണ്ട. നമ്മളിവിടെ നിർത്തിയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഇവിടെ നിർത്തി നമ്മൾ ചായ കുടിച്ചിട്ടേക്ക് പോവാം. RR ധാബ റൈറ്റ് സൈഡിലാണ് കേട്ടോ. RR ധാബ എന്ന് പറഞ്ഞത് വണ്ടിക്കാരുടെ ഒരു ചങ്കാണ്. ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ കാണണം RR ധാബ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിർത്തി ബാക്കി കാര്യങ്ങൾ നോക്കാം. അത് നമ്മളും വണ്ടി ഇവിടെ കൊണ്ടൊന്ന് ഒതുക്കി ഉണ്ടാ. ഇവിടെ ആൾക്കാർക്ക് ഡ്രൈവർമാർക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഇടണ്ട. വണ്ടിക്കാർക്ക് കുളിക്കാനും സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ആൾക്കാർ കുളിക്കണണ്ട. അങ്ങനെ കുളിച്ചിട്ട് ഇന്നലെ ചായ കുടിച്ചിട്ട് പോകാന്ന് വെച്ചിട്ടാ. ഞാൻ വെളിച്ചെണ്ണയും സർഫ് എക്സലും കഴിഞ്ഞു. അപ്പം അത് മേടിക്കാൻ വേണ്ടി വന്നാ. നമ്മുടെ കുട്ടീനെ അവിടെ നമ്മൾ ഒതുക്കി നിർത്തിയേക്കുക. ഇനി കുളിക്കുക, വേഗം പോവാ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ അലക്കിയിട്ടേക്കണ്. ഡ്രസ്സൊക്കെ അലക്കി പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിനി വണ്ടി എടുത്ത് ഇവിടുന്ന് പോട്ടെ കേട്ടാ. ഇവിടുന്ന് നേരെ പോവുക. അപ്പം നമുക്കിപ്പോൾ അവിടുന്ന് നമ്മുടെ ഈ റൂട്ടിൽ വരുമ്പോൾ നമ്മൾ കുളിക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ വീഡിയോ കണ്ടുള്ളവർക്ക് അറിയാം. നമ്മൾ വിശാഖപട്ടണത്തിന് മുമ്പ് അനക്കാപ്പള്ളി ഒരു ഭാരതിൻ്റെ പമ്പുണ്ട്. ആ ഭാരതിൻ്റെ പമ്പിൽ നിർത്തി നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് നമ്മുടെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ ഈ കാവാലിലുള്ള ഈ ധാബ, RR ധാബ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി നാട്ടിലാണ്. അപ്പോൾ പിന്നെ നാളെ നമ്മൾ നാട്ടിലെത്തും. ഇതാണ്ട എല്ലാ വണ്ടിക്കാരും ഇവിടെ വന്ന് നിർത്തി കുളിക്കണണ്ട. അപ്പോൾ കുളിച്ചവർ പോയി തുടങ്ങി. എല്ലാവരും കുളിച്ച് എല്ലാ വണ്ടിക്കാരും കുളിച്ച് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ തിരക്ക് കൂടും. ഇപ്പോൾ നമ്മളിപ്പോൾ കാലത്ത് ഈ നേരം വന്നത് കാരണമാണ്. എല്ലാ വണ്ടിക്കാരും കുളിച്ച് എല്ലാവരും ഫ്രഷ് ആയിട്ട് പോട്ടെ. ഞാനും വണ്ടി എടുത്തിട്ട് പോട്ടെ. അങ്ങനെ നമ്മൾ വണ്ടി എടുത്ത് പോയി. ഇവിടെ മുമ്പിലൊരു ധാബ കാണണ്ട, RR ധാബ. അത് ഞാൻ കേട്ടിട്ടുള്ള അറിവാണ്, എനിക്കറിയത്തില്ല. പണ്ട് പഴയ ഡ്രൈവർമാർ, ഞാനൊക്കെ ക്ലീനർ പണിക്ക് വരുന്ന സമയത്തുള്ള പഴയ ഡ്രൈവർമാർ നമ്മൾ പറഞ്ഞുള്ളത് ഇത് പണ്ട് അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ ഇവിടെ ഈ RR ധാബയിൽ ഇത് പണ്ട് ലോറിക്കാരുടെ ഹോട്ടലായിരുന്നു. നമ്മൾ നേരെ മുമ്പിൽ കാണണ്ട, അതാ ലോറിക്കാരുടെ ഹോട്ടലായിരുന്നത്. അത് കഴിഞ്ഞാൽ ഹോട്ടൽ ഭയങ്കര ഡെവലപ്പായി കഴിഞ്ഞിട്ട് സാധാരണ ഇങ്ങനെ ഡെവലപ്പ് ആവണേ പിന്നെ ലോറിക്കാരെ നിർത്തിക്കില്ല. ഈ വഴിക്ക് നമ്മളങ്ങനെ ഒത്തിരി കണ്ട RR ധാബ കണ്ട ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇവിടെ കണ്ട ലോറികളാണ് മുമ്പിൽ തന്നെ നടക്കണണ്ട. ഈ ഹോട്ടലിൽ മാത്രം എത്ര ലോറി, എത്ര ബസ്, എത്ര വലിയ കാറ് വന്നാലും കുഴപ്പമില്ല, ലോറി മാറ്റണ്ട. ഇവിടെയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വണ്ടി നിർത്തി കിടന്നുറങ്ങാം കേട്ടോ. രാത്രിയൊക്കെ ഒന്ന് കിടന്നുറങ്ങാം. കാരണം ഇവിടെയൊക്കെ സെക്യൂരിറ്റിക്കാരുണ്ട്. ഇത് പിന്നെ അത് മാത്രമല്ല വണ്ടിക്കാർ നിർത്തണം, വണ്ടിക്കാരുടെ മെയിൻ കേന്ദ്രം ഇത്. കാരണം നമ്മുടെ തമിഴ്നാട്ടിലെ തൊപ്പൂര് പോലത്തെ ഒരു സ്ഥലമാണിത്. കാവാലേ നമ്മളങ്ങനെ ഇപ്പം നെല്ലൂർക്ക് 19 കിലോമീറ്റർ. രണ്ട് സൈഡിലെ പാടങ്ങൾ വെറുതെ ഇറങ്ങി. ഇപ്പം അടുത്ത് തന്നെ ഇപ്പം കൃഷി ഇറക്കും. വെൽക്കം ടു നെല്ലൂർ സിറ്റി. നമ്മളങ്ങനെ നെല്ലൂർ സിറ്റിന്നൊക്കെ ബോർഡ് മാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ ബൈപ്പാസ് കൂടെ തന്നെയാണ് പോണേ. നമുക്ക് സിറ്റി പോകേണ്ട കാര്യമില്ല. എന്നാൽ ലാസ്റ്റ് എല്ലാം വരുമ്പോൾ ചെറിയ ബ്ലോക്ക് വരും. ഇതൊക്കെ എന്തോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എന്തോ അരിക്കമ്പനിയാണ്. അരി ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നെല്ലൂർ സിറ്റി, പെന്നാർ റിവർ. അതാണ് പെന്നാർ റിവർ. കൊണ്ട് കാര്യമില്ല, മണൽ മാത്രമുള്ള വെള്ളമൊന്നുമില്ല. അതാണ് പെന്നാർ റിവർ. അത്യാവശ്യം നല്ല നീളമുള്ള ഒരു പാലം തന്നെയാണ്.
ഇഷ്ടംമാതിരി അരി കമ്പനികളുണ്ട് കേട്ടോ. രണ്ട് സൈഡില് ഇഷ്ടം പോലെ അരി കമ്പനികളുണ്ട്. അല്ല ആന്ധ്രക്കാരെ കാര്യം അരി കിട്ടി കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ നമ്മ പട്ടി കിടന്നയാവും. വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോൾ കൊണ്ട് വെച്ചാൽ കേട്ടോ. നമ്മൾ നെല്ലൂർ ടൗൺ കഴിയാറായി. കഴിഞ്ഞു. അടുത്തതാണ് ഗുഡൂര്. ഗുഡൂര് കഴിഞ്ഞാൽ പിന്നെ നായിടുപ്പേട്ട. ഇങ്ങോട്ട് വന്നപ്പോ ഗംഭീര ചൂട്. തരി മഴയില്ല. കാരണം രാജമന്ത്രിയിലും വിജയവാഡയിലൊക്കെ രാജമന്ത്രിയിൽ നല്ല മഴയായിരുന്നു. വിജയവാഡയിലും കുഴപ്പമില്ലാത്ത മഴ ഉണ്ടായിരുന്നു. അതപ്പോ മഴയുടെ വിഷമൊന്നും കാണാനില്ല. നല്ല ചൂടാണ്. മഴ വിചാരിക്കട്ടെ. ഇതൊക്കെ പണ്ട് പാടങ്ങളൊക്കെ ആയിരുന്നു. പ്ലോട്ടുകളാക്കി തിരിച്ച് അവിടെ വീടുകളും ഇതൊക്കെ മണ്ണൊക്കെ എടുത്ത് തെറ്റമ്പറ്റിലേക്ക്. ഒരു ട്രാക്ടറിൽ കയറിക്കൊണ്ട ലോഡ് ഉണ്ടോ? ഇതുണ്ടോ? ഇതെന്താ സാധനം എന്നറിയാം? ഇതാണ് ഭൂമി. നെല്ല് കുത്തിയാൻ്റെ ഭൂമിയാണ്. നെല്ല് കുത്തി അരിയാക്കിയാൻ്റെ ഭൂമി വരില്ലേ? ആ ഭൂമിയാണ് കയറ്റുന്നത്. അത് അങ്ങനെ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഈ ഇറക്കിറങ്ങില്ലേ? ഈ ഇറക്കിറങ്ങുമ്പോഴാണ് നെല്ലൂർ ടൗണ് പൂർണ്ണമായിട്ടും കഴിയുക. ഫുള്ള് നെല്ലൂർ ടൗണ് കഴിയുക. ഇതൊക്കെ നെല്ലൂർ ടൗണിൻ്റെ ഭാഗങ്ങളാണ്. ചെന്നൈക്ക് 165 കിലോമീറ്റർ, പുല്ലൂർപേട്ട 85, മധുര 92, കന്യാകുമാരി 848. നമുക്കൊരു അടുത്ത സ്ഥലമാണ് പുല്ലൂർ. ഇതുണ്ടോ ഒരു ജൈൻ ടെമ്പിളാണ്. ജൈന മതക്കാരുടെ അമ്പലമാണ് ഇവിടെ. അത് നമുക്ക് വണ്ടി സ്റ്റാൻഡ് മൊബൈൽ സ്റ്റാൻഡിൽ കിട്ടണില്ല കറക്റ്റ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ നിർത്തിയെടുക്കണം അതിൻ്റെ വീഡിയോ. ഞാൻ പോണ അടുത്ത വണ്ടി ഉമ്മി കയറ്റിയത്. ഉമ്മി കയറ്റിയ വണ്ടിയാണ്. അതിൻ്റെ മുമ്പിൽ പറഞ്ഞ അവിടെ പോകണം. കണ്ടമാനെന്ന് അരിമില്ലുകളുണ്ടല്ലോ, മില്ലുകളിൽ നിന്ന് ഉമ്മി കയറ്റുന്ന വണ്ടികളാണെങ്കിൽ പോണം. ട്രാക്ടറിലും കയറ്റും ലോറിയിലും കയറ്റും. ലോറി കയറ്റുമ്പോൾ ഇതേപോലെ തന്നെ കയറ്റുക. പുതിയ പാലം പണിയാണ്. കാലത്തിന് എന്തെങ്കിലും കഴിക്കട്ടെ. ചപ്പാത്തിയും പരിപ്പ് കറിയാണ്. നമ്മുടെ വണ്ടി ഇതെവിടെ നിർത്തിയേക്കണം ദാബയിൽ. പിന്നെ എന്തെങ്കിലും കഴിച്ചു പോകാന്നുള്ള പരിപാടിയാണ്. അത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എടുത്ത് പോട്ടെ. നമ്മളങ്ങനെ കുടൂരായി. കുടൂർ ഇതാണ് കുടൂർ. ഇതാണ് കുടൂർ ടൗണിലേക്ക്. ഇവിടെ ആ കാറൊക്കെ പറഞ്ഞ വഴിയുണ്ടോ? അവിടെ ഒരു മലയാളിയുടെ ടയർ കടയുണ്ട്. മലയാളിയല്ലേ ഇവിടുത്തെ കാരണം നമ്മളൊക്കെ ലോഡ് കൊണ്ടുവരാറുണ്ട്. ടയർ റിസോളിൽ നിന്ന് കാണാം. അതാണ് കുടൂർ. നല്ല ബെസ്റ്റ് കൂടാട്ടോ. നമ്മൾ കുടൂര് കഴിഞ്ഞു. പിന്നെ ആയിരപ്പേട്ടയ്ക്ക് അധികം ദൂരമില്ല. ഇതാണ് ഒരു വണ്ടി വേണമുണ്ടോ? എന്നാ പോലെ കൽക്കരി ഖനിയിലേക്ക് ഓടുന്ന വണ്ടികളാണിത്. കൽക്കരി ഖനിക്കുള്ള എൻ്റെ ചേസണ പോകണം. VRL നമ്മളങ്ങനെ NH5 വിട പറയണം. NH5
ഇപ്പോഴത്തെ പുതിയ NH-16 ചെന്നൈ കൽക്കത്ത ഹൈവേയോട് നമ്മൾ ഇവിടെ പറയാറായി. നമുക്ക് അടുത്ത ട്രിപ്പ് വരുമ്പോൾ കാണാം. അപ്പോൾ അങ്ങനെ നാടുപേട്ട തിരിയുന്ന സ്ഥലത്താറായി. ചെന്നൈ 111 NH-16 തിരുച്ചിറപ്പള്ളി 430. നമ്മൾ നായിടുപ്പട്ടെ നമ്മളങ്ങനെ ഹൈവേയുടെ ഭാഗം കഴിയണ ഭാഗം എത്താറായി. കഴിയണ ഭാഗം എത്താറായിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് തിരുപ്പതി വരെ വഴിപ്പണി കാരണം ഭയങ്കര ശോക. നമുക്കൊരാളെ കിട്ടിയ ബായിന് വൈകിട്ടി ബായിയുടെ ഡീസൽ തീർന്നിട്ടില്ല. നമുക്ക് കിട്ടിയ പറഞ്ഞ ആ ബായിനെ കൂടെ എടുക്കുക. ഞാൻ സ്റ്റാർട്ട് കയറാൻ കിട്ടില്ല. അപ്പൊ ബായിനെ കൊണ്ട് തിരിയണ നമ്മള് തിരിയണ പാലെത്തിട്ടാ കണ്ടോ. വേട്ട പാല പണിനെ ഓപ്പണായി കഴിയുമ്പോ സെറ്റപ്പ് ആവട്ടോ. ആദ്യം ടോളാവുന്ന തോന്നണം. ടോളായാലും കുഴപ്പമില്ല, വണ്ടി ഓടിയെത്തൂല്ലോ. കണ്ടോ പുതിയ റോഡ്. നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകണം. പിന്നെ നമ്മൾ കയറി ആ പാലം കയറി പോകണം. റോഡ് നന്നാവട്ടെ. ടോള് കൊടുത്താലും കുഴപ്പമില്ല, വണ്ടി ഓടിയെത്തൂല്ലോ. നമ്മളെത്തേ അങ്ങനെ നമ്മളെ തിരിയണ സ്ഥലമായിട്ടാ. അങ്ങനെ നമ്മളെ തിരിയണ സ്ഥലമായി തിരിഞ്ഞൂട്ടാ. ഇവിടുന്ന് തിരുപ്പതി വരെ യാതൊരു ശോക വഴി. വേറെ തന്നെ വഴിപ്പണി നടക്കണ നമ്മൾ വന്ന ഹൈവേണത്. ഈ ഹൈവേന്ന് വന്നിട്ടാണ് തിരിഞ്ഞത്. ഈ സ്ഥലത്തിന്റെ പേരാണ് നായിടുപേട്ട. റോഡ് പണി കാരണം ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇടത്തോട്ട് തിരിയും. കാരണം റോഡ് പണി കാരണമാണ് ഇത്രയും മോശം വഴി. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്മളിവിടുന്ന് ഇടത്തോട്ട് തിരിയും. ഇടത്തോട്ട് അപ്പൊ ഐഷർ വണ്ടി ഇറങ്ങി വന്നില്ലേ ആ വഴിക്ക്. നേരെ പോയ നായിടുപേട്ട ടൗണ്. ഇവിടുന്ന് ഇടത്തോട്ട് കഴിഞ്ഞിട്ട് നേരെ ഇനി ഒരു 60 കിലോമീറ്റർ ഉണ്ട് തിരുപ്പതിക്ക്. ആ 60 കിലോമീറ്റർ ഓടിക്കാണ്. ഇതാണ് ഇവിടുത്തെ സ്റ്റേറ്റ് വണ്ടികളുടെ പിന്നെ KKC ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയ്സാണല്ലോ പോണ. പഴയതാട്ടോ, പഴയ വണ്ടികളുടെ കുറേ എണ്ണായി ഇപ്പോൾ. ഇവിടുന്ന് മറ്റേ റെനികൊണ്ട വരെ ഓടിച്ചെത്തിക്കാൻ ഭ്രാന്താവും. ഈ തിരക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാറും കേട്ടോ. ഓരോ ഓട്ടോറിക്ഷയിൽ കയറിക്കുന്ന ആൾക്കാർ നോക്കിയാൽ എത്ര ആൾക്കാരാന്ന് നോക്കിയാൽ. ഒരു ട്രാവലറൊക്കെ ആരെങ്കിലും കൊള്ള ആൾക്കാരുണ്ട് ഓട്ടോറിക്ഷയിൽ. അല്ല നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ എല്ലായിടത്തും ഓട്ടോറിക്ഷയിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. റോഡൊക്കെ പാഞ്ഞു. ബാംഗ്ലൂർ, ചിറ്റൂർ, ശ്രീകാലഹസ്തി, തിരുപ്പതി. നമ്മളാ നാടുപുഴം തിരിഞ്ഞിട്ട് പിന്നെ കുറച്ചു ദൂരമൊക്കെ ഇങ്ങനെയാണോ വഴിപ്പുഴ പണി ഇറക്കുറ തീരാറായിട്ട്. പുതിയ ഹൈവേ പണിയത് മുഴുവൻ തിരിഞ്ഞാ. നമ്മളിങ്ങനെ കുറച്ച് നേരം 4 ലൈനിലൂടെ വരും. പിന്നെ നമ്മൾ ചെറിയ റോഡിലേക്ക് തിരിയും. ഈ വഴി മറ്റേ 4 ലൈൻ ഓപ്പൺ ആക്കിയപ്പോൾ നേരെ തന്നെ പോകും. ഇത് ആവശ്യമുള്ള ഗ്രാമത്തിൽ കൂടെയുള്ള പഴയ വഴി. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വന്ന് ഹൈവേയിലേക്ക് വരും.
വാട്ടർ ടാങ്ക് നോക്കിയാൽ വാട്ടർ ടാങ്ക്. ഇപ്പം റോഡിൻ്റെ പണി ഏറെക്കുറെ പകുതിയിലധികം വേണ്ടതിൻ്റെ 6 മാസം കൊണ്ട് ഫുള്ളാവുമായിരിക്കും. നമ്മൾ യാത്ര ചെയ്യേണ്ടത് പഴയ വഴി ഇതുണ്ടോ, പുതിയ വഴി അപ്പുറത്തോടെ ഓപ്പണായിട്ടുള്ള കിടുകാച്ചി വഴിയുടെ വരുന്നുണ്ട്. നേരത്തെ പഴയ വഴി അപ്പം അധികം താമസമില്ലാണ്ട് മറ്റേ വഴി ഓപ്പൺ ആവും. അവിടെ എന്തോ ഫിനിഷിങ് വർക്ക് മാത്രമേ ഉള്ളൂ. അതാണ് പഴയ വഴി. നമ്മളങ്ങനെ ശ്രീകൾ ഗസ്തി എന്ന് പറഞ്ഞാൽ ശ്രീകൾ ഗസ്തി ഇവിടെ ഒരു ഫേമസ് അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ പ്രതിഷ്ഠ എന്താ കാര്യം എനിക്കറിയില്ല. ഇതുണ്ടോ, ഇതാണ് ശ്രീകൾ ഗസ്തി. ആ അമ്പലത്തിലേക്ക് നമ്മൾ ഇവിടുന്ന് ഇടത്തോട്ട് പോകണം. ഇടത്തോട്ട് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഓൺലൈൻ്റെ പണി ഇപ്പോൾ ഏറെക്കുറെ ഇതായില്ല. അപ്പോൾ അധികം താമസിയാതെ നമ്മൾ ഈ വഴിക്കുള്ള വരവ് നിൽക്കും. അപ്പുറത്തോട്ട് ഇപ്പോൾ ബസ് വരുമെന്നുണ്ടോ, ആ വഴിയാണ് ശ്രീകൾ ഗസ്തി ടൗണിലേക്ക് പോണ വഴി. ടൗണിലേക്ക് പോണ വഴിയും ആ വഴിക്കാണ് അമ്പലത്തിലേക്കും പോകണം. ഇവിടെ ബൈപ്പാസിൻ്റെ പണിയൊക്കെ ഇപ്പോൾ അധികം താമസിക്കാണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്യും. പണി ഏറെക്കുറെ കഴിഞ്ഞപ്പോൾ ഇറങ്ങുമ്പോൾ അങ്ങനെ നമ്മൾ ശ്രീകൾ ഗസ്തി വെച്ചു. ഇനി നമുക്ക് അടുത്തോട്ടാണ് റെനിഗുണ്ട, ചിറ്റൂര്, ബാംഗ്ലൂര്. ഇനി നമുക്ക് അടുത്ത റെനിഗുണ്ട. റെനിഗുണ്ട കഴിഞ്ഞാൽ പിന്നെ തിരുപ്പതി. ശ്രീകാലഹസ്തി ടൗൺ ഒഴിവാക്കിയിട്ട് പറഞ്ഞ ബൈപ്പാസ് കാണാണ്ടോ. അതായത് ശ്രീകാലഹസ്തി ടൗൺ എത്രൻ്റെ 2 കിലോമീറ്റർ മുമ്പ് തിരിഞ്ഞത്. ശ്രീകാലഹസ്തി ടൗൺ കഴിഞ്ഞ് 2 കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമ്മളിപ്പോൾ ബൈപ്പാസിൻ്റെ ഭാഗത്തേക്ക് പറഞ്ഞത്. അധികം താമസമില്ലാണ്ട് ഓപ്പണാവും. നേരെ പോകുന്നതായിരുന്നു പഴയ റോഡ്. ഇങ്ങനെ ബൈപ്പാസുകൾ വരുന്ന കാരണം ഇപ്പം നമ്മൾ ആ ശ്രീകാലഹസ്തി ടൗണിൽ കയറി അങ്ങനത്തെ ടൗണുകളും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ടോൾ കൊടുത്ത് പോകുമ്പോഴും സമയലാഭം, പിന്നെ ഡീസൽ ലാഭം എല്ലാം നമുക്ക് ലാഭമാണ്. ആ ശ്രീകാലഹസ്തി ടൗണുകളെ പോയപ്പോൾ തന്നെ ഒരു 10-15 മിനിറ്റ് നമ്മൾ പോയി. ചെറിയ റോഡ് അങ്ങനെ വന്ന വഴിയിലേക്ക് കയറി. ഈ പുതിയ നമ്മൾ ഈ പറഞ്ഞ വഴിയില്ലേ, കുറേ കണ്ടമാനം പുതിയ പാലങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. കുറേ പാലങ്ങളുണ്ട്. ആകെ 60 കിലോമീറ്റർ ഉള്ളൂ. നായടുപ്പാട ടു തിരുപ്പതി ആകെ 60 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ആ 60 കിലോമീറ്ററിൽ കണ്ടമാനം പാലങ്ങളുണ്ട്. 6 ലൈനാണ്. നമ്മൾ വീണ്ടും തിരിഞ്ഞു. നമ്മളങ്ങനെ ഇപ്പോൾ റെനിഗുണ്ട ആയിട്ട് റെനിഗുണ്ട ആ കട്ടുള്ള വഴികളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടെ എന്താ പറയുക, ചിറ്റൂര് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു 20 കിലോമീറ്റർ വീണ്ടും നമുക്ക് ഈ ട്രിപ്പിലൊരു കട്ടുള്ള വഴിയുണ്ട്. ചിറ്റൂര് കഴിഞ്ഞാൽ ആ വഴിയല്ല, നല്ല വഴിക്ക് വേണമെങ്കിൽ പോവാം. നമ്മൾ ആ വഴിക്കാണ് പോകണം. കാരണം ടോളില്ലാത്തൊരു കാരണം നമ്മൾ ആ വഴിക്ക് ചാടിപ്പോണം. ഒരു 20 കിലോമീറ്റർ ആ വഴിയിൽ കട്ടുണ്ടാവും. ഇതാണ് റെനിഗുണ്ട സിഗ്നൽ. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ കടപ്പ, ഇടത്തോട്ട് പോയാൽ ബാംഗ്ലൂര്, ചെന്നൈ റോഡാണ് ഇടത്തോട്ട്. ബാംഗ്ലൂർ ചെന്നൈ റോഡ്. തിരുപ്പതി, ചിറ്റൂർ, ബാംഗ്ലൂർ. അങ്ങനെ നമ്മൾ തിരുപ്പതി ഹൈവേയിലേക്ക് കയറിയിട്ടാ. തിരുപ്പതി ഹൈവേയിലേക്ക് നമ്മൾ കയറിപ്പോ. കാണുന്ന മലയുടെ മുകളിലാണ് നമ്മുടെ തിരുപ്പതി. നമ്മൾ രാത്രി വരുമ്പോൾ നമുക്ക് കാണാം. അവിടെ വെള്ളം കാണാം. നമുക്ക് രാത്രി പകരം നമുക്കൊന്നും കാണാൻ പറ്റില്ല. എൻ്റെ മൊബൈൽ ഫോണിലെടുക്കുന്ന കാരണമാണ് കിട്ടാത്തത്. കാരണം മലയുടെ മുകളിൽ എവിടെയാണ് തിരുപ്പതി അമ്പലം. മലയുടെ മുകളിൽ എവിടെയാണ്. അപ്പോൾ രാത്രി നമുക്ക്
പാലത്തിന് പാലത്തിന്റെ വെട്ടം കാണാം. തിരുപ്പതി ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന നാഷണൽ ഹൈവേ 205 നമ്പർ ഹൈവേ ആണത്. തിരുപ്പതി 205 നമ്പർ ഹൈവേ. നമ്മള് തിരുപ്പതിക്ക് ഇവിടുന്ന് വരുമ്പോ തിരുപ്പതിക്ക് ഈ പാലത്തിന്റെ അടിയിൽ നിന്ന് വലത്തോട്ട് പോകും. നമ്മള് ബാംഗ്ലൂർ ഭാഗത്തു നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോ തിരുപ്പതിക്ക് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോവാം. ഈ വഴിക്ക് വലത്തോട്ട് തിരിഞ്ഞു പോകാം. തിരുപ്പതി തിരുമലയൊക്കെ പോകണം. ഇപ്പൊ ആ വണ്ടി നീല കളർ വണ്ടി കയറി വന്നോ. പ്ലാസ്റ്റിക് കുപ്പികളാണ് ലോഡ്. അങ്ങനെ നമ്മൾ തിരുപ്പതിയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടോ കഴിയാൻ പോകണം. റോഡിലേക്ക് കയറാനുണ്ടോ തിരുപ്പതി മൊത്തം കഴിഞ്ഞ് ചിറ്റൂർ റോഡ് കയറി. ചിറ്റൂർ കൊടുത്ത് 60 കിലോമീറ്റർ, 60 കിലോമീറ്റർ, 60 കിലോമീറ്റർ, 60 കിലോമീറ്റർ. ഇനി ചിറ്റൂർ 65, ബംഗളൂർ 240, പിന്നെ കാണിപ്പാക്കം 57. നമ്മ തിരുപ്പതി റോഡ് തിരുപ്പതി ചിറ്റൂർ റോഡിലേക്ക് വന്ന് കയറിയാച്ച്. നമ്മളിപ്പോ ഒരു നദിയുടെ പാലത്തേക്ക് കയറണം. നദിക്ക് വെള്ളമൊന്നുമില്ല. ഇതിന്റെ പേരാണ് സ്വർണ്ണമുഖി റിവർ. സ്വർണ്ണമുഖി. അവിടെ തൊട്ട് പുറകിൽ ബോർഡുണ്ടായിരുന്നു. അപ്പുറത്തേക്ക് ഞാൻ ഫോൺ ഓണാക്കാൻ വന്നപ്പോഴത്തേക്കും വണ്ടി കടന്നു. ദൂരം മലകളൊക്കെ ഉണ്ടാ. ഇതുണ്ട് ഒരു വണ്ടമല ഉണ്ടോ. വണ്ടമല പാറയാണ്. പാറ പാറ. അതിനിടയിൽ മഴയൊക്കെ പെയ്താറുടെ പച്ചപ്പൊക്കെ ഉണ്ട്. പാറക്കൂട്ടാണ് പാറക്കൂട്ടം. ഇവിടെ വണ്ടി നമ്മളിവിടെ നിർത്തിയേക്കുക. വണ്ടം പാറയാണ്. വണ്ടം പാറ. ആ മുഴുവൻ അങ്ങനത്തെ മലകളാട്ടോ. രണ്ട് സൈഡിലും ഇവിടെ രണ്ട് മലകൾ. ഈ മഴ പെയ്തേക്കണ കാരണമാണ് ഇപ്പൊ പച്ചപ്പ് കാണിക്കണേ. മലകളുണ്ടോ. മലകള് പച്ചപ്പ്. നല്ല വേനൽക്കാലത്ത് വരുമ്പോഴൊക്കെ നന്നായിട്ട് നമുക്ക് പാറ പോലെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് തോന്നാം. ഇവിടെ മഴ പെയ്തപ്പോൾ പച്ചയായി. വേനൽക്കാലത്ത് വരുമ്പോഴൊക്കെ നല്ല നല്ല മുട്ടക്കുന്ന് പോലെ ഉറങ്ങും. ദൂരമാണ്. നമ്മൾ യാത്ര ചെയ്തത് തിരുപ്പതി ചിറ്റൂര് ബാംഗ്ലൂർ ഹൈവേയിലാട്ടാ. നമ്മളിവിടെ നിന്ന് ചിറ്റൂര് കണ്ട് ചിറ്റൂര് നമ്മൾ തിരിയും. ചിറ്റൂര് വരെ നമുക്ക് ഇതാ റോഡ്. ഇവിടെ ഇടത്തെ വശത്ത് തെങ്ങും തോട്ടങ്ങളും ഒക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. നമ്മള് ഇതിപ്പോ NH 140. അപ്പൊ 205 ചെന്നൈ എന്ന് പറഞ്ഞ വഴിയാണ്. ചെന്നൈ എന്ന് പറഞ്ഞ ഹൈവേയാണ് 205. കടപ്പ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണം. ഈ പാലത്തിനടി നിന്ന്
ലെഫ്റ്റ് പോയിട്ടായിരുന്നു നമ്മൾ പണ്ട് ചിറ്റൂർ വഴിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ വഴി ഓപ്പൺ ആയിട്ടൊരു 2-3 വർഷമായിട്ടുള്ളൂ. നേരെ പോണ വഴി ബൈപ്പാസ് ഓപ്പൺ ആയിട്ട് 2-3 വർഷമായിട്ടുള്ളൂ. അന്നിപ്പോൾ ഇത് മൊത്തം 4 ലൈൻ ആയിട്ട് എത്ര ആയിട്ടുള്ള ഒരു 3-3.5 വർഷം 4 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 3-3.5 വർഷമായിട്ടുള്ളൂ 4 ലൈൻ ആയിട്ട്, 6 ലൈൻ ആയിട്ട്. ആദ്യം നമ്മളിങ്ങനെ ലെഫ്റ്റ് തിരിഞ്ഞ് ഇങ്ങനെ പോയിട്ട് വേണം ചിറ്റൂർ വന്നിട്ട് മറ്റേ ബൈപ്പാസിലേക്ക് ഇറങ്ങാൻ വേണ്ടി. തമിഴ്നാട് സ്റ്റേറ്റ് വണ്ടി പോകണം. ഒരു വലിയൊരു പാറക്കൂട്ടം 2 സൈഡിലുണ്ടായിരുന്ന പാറ തുരന്നിട്ടാണ് വഴി. തുരക്കച്ച അത് കട്ട് ചെയ്തിട്ടാണ് വഴി ഉണ്ടായിരിക്കുന്നത്. ആ പാറയിലെ കല്ല് എങ്ങാനും ഇടിഞ്ഞതായിട്ട് നോക്കിയാൽ ഒക്കെ എപ്പോ ഇടിയാന്നുള്ള തട്ടിപ്പില നിൽക്കണോണ്ടാ 2 സൈഡിലും. അതിനടിക്കണ്ട ലോറിക്കാർ നിർത്തിയിട്ടുണ്ടോ. ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് പറഞ്ഞില്ലേ ഈ വഴി തിരിഞ്ഞു പോയിട്ട് ചിറ്റൂർ വഴിക്ക് പോയിട്ട് വരികയെന്ന് പറയും. ഇപ്പോൾ ആ കാർ തിരിയണ്ട. നമ്മൾ അവിടുന്ന് ഒരു 4 കൊല്ലം മുന്നേ അവിടുന്ന് പറഞ്ഞ വണ്ടികൾ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു പോകും. ഇങ്ങനെ തിരിഞ്ഞ് ഈ വഴിക്ക് കയറി പോകണം കേട്ടോ. ആ വണ്ടി എയ്സ് പോണില്ലേ, ആ എയ്സ് പോണ വഴിക്കൂടെ പോയിട്ട് ആ പാലത്തിനടിയിൽ കൂടെ വേണമായിരുന്നു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വന്ന വഴി ഓപ്പണായിട്ട് 3-4 വർഷമായിട്ടുള്ളൂ. ഒരു മുരുകൻ്റെ അമ്പലം. നമ്മളങ്ങനെ തിരിയണ സ്ഥലത്താറായിട്ട് ഈ ഹൈവേയുടെ ഇപ്പോൾ NH 140 ഈ നമ്പർ ഹൈവേയോട് നമ്മൾ വിട പറയണം. 140 നമ്പർ ഹൈവേയോട് നമ്മൾ വിട പറയണം. നമ്പർ ഹൈവേയോട് നമ്മൾ വിട പറയുകയാണ്. ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ ചിറ്റൂർ ടൗണ്, വലത്തോട്ട് പോയാൽ ബാംഗ്ലൂർ. നമുക്ക് ഇടത്തോട്ടാണ് പോകുന്നത്. ഇടത്തോട്ട് പോയി കുറച്ചു വരുമ്പോൾ അപ്പന് വലത്തോട്ട് തിരിയണം കേട്ടോ. നമ്മളിപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഒരു 500 മീറ്റർ വരുമ്പോൾ വലത്തോട്ട്, അത് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഫസ്റ്റ് വലത്ത്, ഇടത്തോട്ട് തിരിഞ്ഞാൽ ആദ്യത്തെ വലത്ത്. ആ ബൈക്കുകാരൊക്കെ കയറി പറഞ്ഞണ്ട ആ വലത്തോട്ട് നമ്മൾ തിരിയുക. ഈ വലത്തോട്ട് തിരിയണം നമ്മൾ. ഇവിടെ നിർത്തി ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഇവിടെ നിർത്തിയിട്ട് ചായയൊക്കെ കുടിച്ച് പോകാൻ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വഴി ഭയങ്കര ശോകം. ഒരു 10 കിലോമീറ്റർ കുഴപ്പമില്ല, 10 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ശോകം വഴി. പിന്നെ അവിടെ നിർത്തി ചായ ഒന്നും കുടിക്കാൻ പറ്റില്ല. ഇവിടെ നിർത്തിയിട്ട് ചായ കുടിച്ചിട്ട് പോകാം. പിന്നെ ചായ കുടിക്കണമെങ്കിൽ കുടിയാട്ടം കഴിഞ്ഞ് ഹൈവേ കയറണം. ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ജാതി ശോകമായിരിക്കും വഴി. വഴി അമ്മാരി കുഴികളാ. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് കടന്നാൽ മതിയായിരുന്നു. 10 കിലോമീറ്റർ 19-20 കിലോമീറ്റർ മൊത്തം. 20 ഇല്ല, ഒരു 10 കിലോമീറ്റർ. ആകെ 10 കിലോമീറ്റർ ഭയങ്കര അട്ടാര കുഴികൾ. അട്ടാര കുഴികൾ. നമുക്ക് ഈ വഴിക്ക് വരുമ്പോൾ ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടോൾ ലാഭം കിട്ടും, ഒരു ടോൾ ലാഭം കിട്ടും. പിന്നെ RTOമാരില്ല. പിന്നെ കിലോമീറ്റർ ഒരു 20 കിലോമീറ്റർ കുറവും കിട്ടും. 20 അല്ല, ഒരു 30 കിലോമീറ്ററോളം കുറവ് കിട്ടും. ഒരു ടോളും ലാഭം കിട്ടും. ടോൾ എന്ന് പറയുമ്പോൾ 350 രൂപയോളം വരും ടോള്. അവിടെയാണ് ഒരു പുതിയ പാലം പറഞ്ഞാണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ചെന്നൈ ബാംഗ്ലൂർ ഹൈവേ ചിറ്റൂർ ടൗൺ ഒഴിവാക്കി പോകണത് ബൈപ്പാസ്. ചെന്നൈ ബാംഗ്ലൂർ ഹൈവേ ചിറ്റൂർ ടൗൺ ഒഴിവാക്കിയിട്ട് പോകണാണ് ഈ റോഡ്. ആ മോളിൽ കാണുന്ന പാലം. നന്നാവട്ടെ, റോഡൊക്കെ നന്നാവട്ടെ. അതായത് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് പറഞ്ഞ വണ്ടികൾ ബാംഗ്ലൂർക്ക് പോകണ വണ്ടികൾ ചിറ്റൂർ വന്നിട്ടാണ് പോണേ. അത് ഒഴിവാക്കി പോകാനുള്ളൊരു വഴിയാണിത്. ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു റിഫൈനറി ഓയിൽ. ഇതങ്ങടെ കഴിഞ്ഞാണ്ടല്ല അങ്ങടെ പോട്ടെ പൊളിഞ്ഞ വഴിയാണ്. ഇവിടെ അതിർത്തിയിലൊരു പമ്പുണ്ടോ, ഒരു കാര്യമില്ല. കാരണം ഇവിടത്തേനും അവിടെ തൊട്ടപ്പുറത്തൊരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു വിലക്കുറവല്ല ഡീസല്. 4-5 രൂപ വ്യത്യാസമുണ്ട്.
നീ ഇവിടെ നിന്ന് അങ്ങടാണ് വഴി. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ആദ്യം ആ അവസ്ഥയിന് വഴിയുടെ തമിഴ്നാട് കയറണം വരെ ഒരു 10 കിലോമീറ്റർ വഴി ഇല്ല. ആദ്യം വഴിയേനി ഇതൊന്നും അല്ലടാ. കുഴിയാണ് കുറച്ചുകൂടെ കാണാൻ ചെല്ലുമ്പോൾ വണ്ട കുഴികളാ. പിന്നെ വേണ്ട കുഴികൾ ഇതൊന്നല്ല, ഇതിനേക്കാൾ ഡേഞ്ചർ കുഴികൾ അങ്ങോട്ട് ചെല്ലും തോറും. അതായത് ആന്ധ്ര കഴിക്കണം വരെ മറ്റേ തമിഴ്നാട്ടിൽ കയറിയാൽ പിന്നെ നല്ല അടിപൊളി വഴിയാണ്. ഇവിടത്തെ എന്തോ അമ്പലത്തിലെ ഉത്സവം തോന്നുന്നുണ്ട്. അമ്പലത്തിലെ ഉത്സവം കൊടുക്കാം. വഴിയുടെ കോലം കണ്ട. അതാണൊരു 10 കിലോമീറ്ററിന്റെ അവസ്ഥ. പത്ത് ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ കോറി വേസ്റ്റ് സാധനം കിട്ടാറില്ല. എന്താ പറയാല്ലേ. കുഴി നോക്കിയ പാലൊക്കെ ഇടിച്ച് താഴ്ത്തു പോകാം വണ്ടി കയറുമ്പോൾ. നമ്മുടെ വണ്ടി മാത്രമല്ല, കണ്ട വണ്ടികൾ നമ്മളൊക്കെ വലിയ വണ്ടികളൊക്കെ 16 ട്രെയിലറും ഒക്കെ പറഞ്ഞതില്ല. കുഴി നോക്കിയ അവന്മാരാ സെൻറ്ററിൽ കാണാറുണ്ട്. ഓട്ടോറിക്ഷ ഒരു പറഞ്ഞ അടുത്ത കുഴികളുണ്ട്. ആ കിടക്കണം മണ്ണെടുത്ത് ആ കുഴിയിലൊക്കെ നിർത്തിയിട്ടായിരുന്നു എന്ത് രസമായിരുന്നു. ഇവിടുത്തെ ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ. കുഴികളുണ്ടോ ആ കുഴി. ഇവിടുത്തെ ആൾക്കാരെ സമ്മതിക്കണം. മാറിപ്പോവാനേ പറ്റുള്ളൂ. ഭാഗ്യത്തിന് ഓപ്പോസിറ്റ് വണ്ടികളൊന്നും വരുന്നില്ല. എനിക്ക് തോന്നണ അവിടെ ബോർഡറിലൊരു RTO നിൽക്കാറുണ്ട്. അവിടെ റോഡിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഓപ്പോസിറ്റ് വണ്ടികളൊന്നും വരുന്നില്ല, ലോറികളൊന്നും വരുന്നില്ല. അമ്മോ എന്തിട്ട് കുഴി കിടപ്പത്. കുഴി നോക്കിയാ അത് കുഴിയാ. ബേക്കും ഫ്രണ്ട് തട്ടോന്നാ പേടി. നമുക്ക് 10 ടൺ ലോഡുണ്ട്. റോഡിലെ കുഴികളുണ്ടോ തീരാറായി. ഇനി അതിന്ന് വരില്ല. പിടിച്ച് ഒറ്റ വീലിറങ്ങാനേ പറ്റുള്ളൂ കുഴികൾ. അതെ, അല്ലെങ്കിൽ നമ്മുടെ അടി ഇടിക്കും. ബേക്കും ഫ്രണ്ടും അടി ഇടിക്കുന്ന പേടി. കുഴി കണ്ട കുഴി സെൻട്രൽ ഓടിക്കണ്ട. ഈ സൈഡ് ചേർത്ത് പോവാം. ബസ്സൊക്കെ ഓടുന്നിട്ടില്ല. ഇപ്പോൾ പോയതാ പ്രൈവറ്റ് ബസ്സാണ്. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ പ്രൈവറ്റ് ബസ്സാർ എപ്പോൾ സമരം ചെയ്തിട്ട് അത് കുഴി ഓടിക്കുമ്പോൾ. ആ കുഴി കണ്ട കുഴി എന്താ കുഴി. ഇത് ഇങ്ങോട്ടേ ഒരു വീല് ഇറക്കാം, അല്ലെങ്കിൽ ആ സെൻറ്ററിൽ കൂടെ ഇറങ്ങിയാലേ ചിലപ്പോൾ നമ്മുടെ ബേക്ക് അടി ഇടിക്കും. ആദ്യം വഴി തീരാറായി. ഇനി അതിൽ നിന്ന് പറഞ്ഞില്ല 3-4 കിലോമീറ്റർ ഉണ്ട്. എൻ്റെ പൊന്നെ ഒരു കുഴി നോക്കിയേ ഇത് അതിലിറങ്ങി ഉറപ്പ് നമ്മുടെ അടി ഇടിക്കും. ചേർന്ന് പോവാം. എന്താ കുഴി. പൊന്നോ എന്താ കുഴി. ഇതും അറിഞ്ഞ ഉറപ്പാണ് നമ്മുടെ വണ്ടിയുടെ അടി ഇടിക്കും. അപ്പൊ ലെഫ്റ്റ് ചേർത്തണ്ട നോക്കിയാ കുഴി നോക്കിയേ. കാത്തോളണേ. ഇത് അടി ഇടിച്ചുള്ള കുഴപ്പമില്ല. അടി അങ്ങനെ ഇടിച്ചവിടെ പിടിച്ചങ്ങനെ സ്റ്റക്കായി നിന്നാലാണ് പണിയാവുക. വലിച്ചു പോയാൽ കുഴപ്പമില്ല.
അടുത്ത വണ്ടാറതാണ്. എന്താ കുഴി? ബേക്ക് തട്ടി. ബേക്ക് നമ്മൾ ഇത്രയും ചേർത്ത് പിടിച്ചില്ല. ബേക്കിലെ ക്രോസ് നമ്പർ തട്ടി. ജലസംഭരണി തോന്നുന്നുണ്ട്. 2 കുഴിയാ. ഇത് അടി തട്ടുവോ? ചെറുതായിട്ടൊന്ന് ഒരഞ്ഞു. ഉത്സവം. അമ്പലത്തിലേക്ക് സാധനം കയറുക. കുഴികൾ കണ്ടോ? കുഴികൾ. എന്താ തീരാറായി. അവസാന ഭാഗമായി. അടുത്ത സാധനം ചെരിഞ്ഞിറങ്ങി പോവാ നല്ലത്. ഇല്ലെങ്കിലേ ചെരിഞ്ഞിറങ്ങിയില്ലെങ്കിലേ നേരെ നീളം പിടിച്ചിറങ്ങിയാലേ അടി ബേക്ക് ചിലപ്പോൾ ഒരഞ്ഞു. ബേക്ക് ഒരഞ്ഞു. ചെരിഞ്ഞിറങ്ങിയിട്ട് വരെ ബേക്ക് ഒരഞ്ഞു. അങ്ങനെ ബോർഡർ അവസാന ഭാഗമായി. 100 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡറായി. തമിഴ്നാട് കയറി. പിന്നെ വഴി നല്ല വഴിയാണ്. കുഴി നോക്കിയാൽ എൻ്റെ പൊന്നോ, ഇതൊക്കെ എങ്ങനെ കടന്നു പോകുന്നു പറഞ്ഞ. എങ്ങനെ കിടക്കുന്നത് എൻ്റെ പൊന്നോ. തമിഴ്നാട്ടിലേക്ക് കയറിയണ്ട. വെൽക്കം ടു തമിഴ്നാടു. നമുക്ക് വണ്ടി ഇവിടെ നിൽക്കാണ്. പഴയ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. 2 ഗേറ്റുകളുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി. മേടിക്കാൻ നിൽക്കണം. ആർമിയിലോട് ഓർന്നു. ഇത്രയും ജാതി കുഴിയും കൂടെ ചാടി വന്നിട്ട് എനിക്ക് കാശ് ഇടാൻ പോലെ. പഴയ പോലീസിന് ചെക്ക് പോസ്റ്റ് തൊട്ടപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വണ്ടി ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും ചാടം ചാടി വന്നല്ലേ. അപ്പോൾ ഇറങ്ങിപ്പോയിട്ട് വണ്ടിയുടെ ബേക്കൊക്കെ എങ്ങനെയാണ് അവസ്ഥ എന്നൊക്കെ നമുക്കൊന്ന് നോക്കണം. എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് നിർത്തിയിട്ട് നോക്കണം. RTO ചെക്ക് പോസ്റ്റ് ആക്കാണ്. RTO ആണ് നിൽക്കണോ. ഇറങ്ങിപ്പോയി പൈസ കൊടുത്ത് പറഞ്ഞോ. അങ്ങനെ നമുക്കും കിട്ടി തമിഴ്നാട് RTO. ഞാൻ പറഞ്ഞില്ലേ ലോറികൾ വരാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. ഇത് നിൽക്കണം. അവിടുത്തെ പൈസ കൊടുത്തു. വണ്ടി എടുത്ത് പോട്ടെട്ടാ. ഇത് ഇവിടെ നിൽക്കുന്ന സാറന്മാർ പോലീസാണ്. ആ പഴയ പുറകിലത്തെ ചെക്ക് പോസ്റ്റ് അവിടെ നിർത്തി ഇങ്ങോട്ട് മാറ്റി. ഇവിടെയും കൊടുക്കണം. ഇപ്പോൾ ബോർഡർ അടക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ 120 രൂപ ചിലവായി. ഇപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ 20 രൂപയും കൊടുത്തതിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആർമിയിലോടൊന്ന് കൂടെ ചാടിച്ച് പോയാൽ എന്താ പ്രശ്നം എന്നറിയാം. അവിടെ CCTV ഒക്കെ ഉണ്ട്. അവന്മാർ പണ്ടേക്ക് ജോളിയുടെ വണ്ടിയിൽ പോകുമ്പോൾ പണിയിട്ടതാ. അപ്പോൾ ഇങ്ങനെ ചാടിച്ച് പോയപ്പോൾ 500 രൂപ എഴുതി കൊടുത്തു. എന്ത് കാര്യത്തിനത്? അപ്പോൾ നമുക്കിനി വണ്ടി നിർത്തി ആദ്യം വണ്ടിയുടെ സെറ്റപ്പ് നോക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടിയുടെ കണ്ടീഷൻ നോക്കണം. അപ്പോൾ ഞാൻ ഡീസൽ അടിക്കണം. അപ്പോൾ പമ്പിൽ കയറി നിർത്തി. ഈ പമ്പ് പുതിയ പമ്പ് അപ്പോൾ ഞാൻ വണ്ടിയുടെ ബേക്കൊന്ന് നോക്കട്ടെ. ഇവിടുത്തെ ഡീസലിൻ്റെ റേറ്റ് ഉണ്ട് 93 രൂപ 92 പൈസ ഇവിടുത്തെ ഡീസൽ റേറ്റ്. നമുക്ക് ആദ്യം നമ്മളെ വണ്ടിയുടെ അവസ്ഥയും നോക്കട്ടെ. ബേക്കൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഒരു കുഴപ്പമില്ല. ഈ ബാക്ക് ഇവിടെയാണ് അടി വരഞ്ഞത്. എങ്ങനെ ഉണ്ടാവുമോ? ഒരു കുഴപ്പമില്ല. അദ്ദേഹം കഴിച്ചൊരു കുഴപ്പം സംഭവിക്കാണ്ടെത്തി. അടി ഒരെണ്ണം മാത്രമേ ഇടിച്ചുള്ളൂ. ബാക്കിയൊക്കെ ഒരേയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡീസൽ അടിച്ചിട്ട് വണ്ടി എടുത്ത് പോട്ടെ. ഇനി നമുക്ക് ഏറെക്കുറെ കോയമ്പത്തൂരാ ആ ഭാഗത്തേക്ക് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഫുള്ളാക്കും. എന്താ വെച്ചാൽ ഫുള്ളാക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഡീസലിൻ്റെ വില കൂടുതലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഫുള്ളാക്കണേ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ പിന്നെ കേരളത്തിൽ അടിച്ചായില്ലോ. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനലിൽ ആദ്യം കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാം. അപ്പോൾ ഇനി വിട്ടുപോകണം. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനി വഴി നല്ല അടിപൊളി വഴിയാണ്. അടിപൊളി വഴി എന്നൊക്കെ സൂപ്പർ വഴിയാണ്.
ഞാൻ ചോദിച്ച വണ്ടിക്ക് ആ തട്ടിയത് വലിയ സീനൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇനി പോട്ടെ കേട്ടോ. അപ്പം നാളത്തെ പുതിയ വിശേഷങ്ങളോടെ ഇനി വരാം.